മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരരെ, ഉത്ഥിതനായ യേശു പലതവണ പല സ്ഥലങ്ങളിൽ പല വിധത്തിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. അവർക്ക് ധൈര്യവും ശക്തിയും അതുപോലെ തന്നെ അവരുടെ വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നുണ്ട്. പല അത്ഭുതങ്ങൾ യേശു അവരിൽ പ്രവർത്തിച്ചു. അവർ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയും അവരെ പ്രേക്ഷിതരായിട്ട് വീണ്ടും പരിശുദ്ധാത്മാവിനാൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈശോ ചെയ്തിരുന്നത്. നാം കാണാൻ സാധിക്കും, ഈശോ ഒരിക്കൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന ഒരു ഭാഗം നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും, ഈശോ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരുമെന്ന്, നിങ്ങളാരും അനാഥരല്ല എന്ന്, നിങ്ങളെ സത്യത്തിന് പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന്. അപ്പോൾ പെന്തക്കോസ്ത ആ സമയത്ത് ഈശോ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതായി നാം കാണുന്നുണ്ട്. ശിഷ്യന്മാർക്ക് ധൈര്യം നൽകുകയും അവരെ അത്യുജ്വലമായ രീതിയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാൻ സഹായിച്ചതും പരിശുദ്ധാത്മാവായിരുന്നു. പെന്തക്കോസ്ത ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ പരിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹവും സമർത്ഥമായി നമ്മളിലുണ്ടാകും. നാം പ്രാർത്ഥിക്കാം. ക്രൈസ്തവരായ നാം ഓരോരുത്തരും മാമോദീസായിലൂടെയും പ്രത്യേകിച്ച് സ്ഥൈര്യത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. എന്നാൽ പലതവണ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നാം അറിയുന്നില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ പാപങ്ങൾ നിമിത്തം മന്ദീഭവിച്ചിരിക്കുകയാണ്. പെന്തക്കോസ്ത ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ നാം ഏദൻ തോട്ടത്തെപ്പറ്റി വായിക്കുന്നുണ്ട്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവം മനുഷ്യനെ പൂഴി കൊണ്ട് രൂപപ്പെടുത്തുന്നു, ജീവന്റെ ശ്വാസം അവന്റെ നാസാന്തരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ആത്മാവിന്റെ ശക്തി പൂഴി നിന്നുണ്ടാക്കിയ മനുഷ്യനിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുമ്പോൾ ആ മനുഷ്യന് ജീവൻ നൽകുന്നു. അതേ രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായ രീതിയിൽ ഒരു പുതുജീവൻ നയിക്കുകയും ദൈവം നമ്മളെ നയിക്കുകയും ചെയ്യുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഈ വായന. ജോബിന്റെ പുസ്തകം 33-ാം അധ്യായം 2 മുതൽ 4 വരെയും 34-ാം അധ്യായം 14 മുതൽ 15 വചനങ്ങൾ നാം കാണുന്നത് ജീവൻ നൽകുന്ന ശ്വാസത്തെ പറ്റിയാണ്. ഇപ്രകാരം എഴുതിയേക്കുന്നു. ജോബിന്റെ പുസ്തകം 33-ാം അധ്യായം 4-ാം വാക്യം: ദൈവ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ ശ്വാസം എനിക്ക് ജീവൻ നൽകി. അത്ര വ്യക്തമായിട്ടാണ് ജോബിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത്. ദൈവ ചൈതന്യമാണ് എന്നെ സൃഷ്ടിച്ചതെന്നും സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നതെന്നും ജോബ് സാക്ഷിക്കുന്നു. വിശാൽ പ്രിയപ്പെട്ട സഹോദരരെ, പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. അതിലൂടെ ജീവൻ നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും നാം വായിക്കുന്ന ജോബിന്റെ പുസ്തകം 34-ാം അധ്യായം 14-ാം വചനം: അവിടെ തന്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ, തന്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും. ജീവന്റെ ശ്വാസമാവുന്ന ആത്മാവിന് പരിസ്ഥാനം എടുത്തു കഴിയുമ്പോൾ യോബ് പറയുകയാണ് ചെയ്യുന്നത്, എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? അത്രയും വലിയൊരു റോളാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വഹിക്കുന്നത്. ആ ജീവന്റെ ശ്വാസമായി നമുക്കൊരു പുതുജീവനായി നമ്മളിൽ വസിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 21 വചനങ്ങൾ നാം പെന്തക്കോസ്തയെ പറ്റിയാണ് വായിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഭയവിഹ്വലരായിരുന്ന അസ്വസ്ഥരായിരുന്ന ശിഷ്യന്മാരിലേക്ക് അഗ്നിയുടെ ജ്വാലയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നാൽ എന്നാണ് പിന്നീട് സംഭവിക്കുന്നത്? ഉടൻ തന്നെ പത്രോസ്ലീഹ ഇപ്രകാരമാണ് പ്രസംഗിക്കുന്നത്: അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരെയും മേൽ ഞാൻ ആത്മാവിനെ വർഷിക്കും. യോയേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെ വചനങ്ങളാണ് പത്രോസ്ലീഹ പ്രഘോഷിക്കുന്നത്. എല്ലാ മനുഷ്യരെയും മേൽ ഞാൻ ആത്മാവിനെ വർഷിക്കും.
അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നാം ഓരോരുത്തരും മാമോദീസായിലൂടെയും പ്രത്യേകിച്ച് സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. എല്ലാ മനുഷ്യരെയും മേൽ അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കുമെന്നുള്ള യോയേൽ പ്രവാചകന്റെ വചനം അന്വർത്ഥമാക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ, പെന്തക്കോസ്ത ആഘോഷിച്ചപ്പോൾ. അപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തിരിച്ചറിയുവാനായിട്ട് നാം പരിശ്രമിക്കണം, നാം പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നത് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഉത്തിതനായ യേശുവിനെ പറ്റിയാണ്. 3 ഉത്തരവാദിത്വങ്ങൾ, 3 കാര്യങ്ങളാണ് യേശു അവർ പറയുന്നത്. ഒന്ന്, യേശു അവർക്ക് സമാധാനം ആശംസിക്കുന്നു. യേശു അവർക്ക് നൽകുന്ന സമാധാനം മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ അസ്വസ്ഥതകൾ മാറണമെങ്കിൽ, നമുക്ക് ധൈര്യം ലഭിക്കണമെങ്കിൽ യേശുവിന്റെ സമാധാനം നമുക്ക് ആവശ്യമാണ്. ഭയവികലരായിരുന്ന അസ്വസ്ഥരായ ശിഷ്യന്മാർക്ക് സമാധാനം നൽകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ, നമ്മൾ സമാധാന വക്താക്കളാകണമെങ്കിൽ, നമ്മൾ സമാധാനത്തിന്റെ ദൂത് മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ, സമാധാനം സഹവർത്തിക്കണമെങ്കിൽ യേശുവിന്റെ സമാധാനം നമുക്ക് ആവശ്യമാണ്. ആ സമാധാനം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. രണ്ടാമതായി യേശു എന്താണ് അവർക്ക് നൽകുന്നത്? ധൈര്യം. യേശു അവർക്ക് ധൈര്യം നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നമുക്ക് ധൈര്യം ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യേശു ധൈര്യം അവർക്ക് നൽകുന്നത്. മൂന്നാമത് എന്താണ് യേശു അവർക്ക് നൽകുന്നത്? ഉത്തനായ ക്രിസ്തു പാപം മോചിക്കാനുള്ള അധികാരം അവർക്ക് നൽകുന്നു. നമ്മൾ ഓരോരുത്തരിലും പാവത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നല്ല രീതിയിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ വീണ്ടും നിറയുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. പെന്തക്കോസ്ത ആഘോഷിക്കുന്ന ഈ നിമിഷത്തിൽ ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം. ഒന്ന്, എനിക്ക് സമാധാനം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തു എനിക്ക് സമാധാനം നൽകുന്നു. 2, എന്റെ അനുജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ വളരെ സുഗമമായ രീതിയിൽ തരണം ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. 3, പാപമോചനത്തിലൂടെ അല്ലെങ്കിൽ കുംസാരത്തിലൂടെ ഞാൻ യേശുവായിട്ട് ബന്ധപ്പെടുമ്പോൾ, കുർബാന സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും എന്നിൽ പ്രവർത്തിക്കുകയും എനിക്കൊരു പുതിയ ജീവൻ പുതിയ സൃഷ്ടിയായിട്ട് എന്നെ മാറ്റുകയും ചെയ്യുന്നു. നാം ഓരോരുത്തരും പെന്തക്കോസ്ത ആഘോഷിക്കുന്ന ഈ വേളയിൽ പ്രത്യേകിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി യൂട്യൂബിലൂടെ അങ്ങ് തിരുവചനം ശ്രവിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകിയതിനും ഞങ്ങൾ ഓരോരുത്തരും മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി നൽകണമേ. ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും പ്രയാസങ്ങളും മാറ്റണമേ. ഭയവികലരായിരുന്ന അസ്വസ്ഥരായ ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവരെ ഉജ്ജ്വല പ്രേക്ഷിതരായിട്ട് മാറി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ആത്മാവിനെ ഞങ്ങൾ ശക്തിപ്പെടുത്തണമേ. ആത്മാവിനെ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ. വിജ്ഞാനം, വിവേകവും അറിവും ഞങ്ങൾക്ക് നൽകണമേ. നാം കർത്താവായ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ഈ പാവനമായ ദിവസത്തിൽ പെന്തക്കോസ്ത് ആഘോഷിക്കുന്ന വേളയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ വ്യക്തികളെ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉജ്ജ്വല പ്രേക്ഷിതരായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.